ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നേരത്തെ പോകണമെന്നൊക്കെ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നേരം വൈകി പോയിട്ടുള്ള ഒരു കല്യാണത്തിൻ്റെ കഥയാണ്. നമ്മളൊക്കെ റെഡിയായി കഴിഞ്ഞ് പോണേൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പാണ് സിഹു ബേബി വന്നിട്ടുള്ളത്. ആൾക്ക് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം വിട്ട് മാറിയിട്ടില്ല. ഷാസുട്ടനും എല്ലാവരും റെഡിയായി നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. മോൻ്റെ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സിഹു ബേബിക്ക് വണ്ടിയിൽ കയറിയപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൾ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് കിടക്കുന്നു. തലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രധാന പ്രശ്നം അതാണ്, കാറ്റടിച്ചിട്ട് ഷോൾ ആകെ എരപ്പായി കിട്ടും. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോൾ റെഡിയാക്കി ഷോളും ഒരു താജ്മഹൽ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. വാട്ടർമെലൺ, മാംഗോ, ഓറഞ്ച്, പപ്പായ അതിൻ്റെയൊക്കെ ജ്യൂസായിരുന്നു ഉണ്ടായിരുന്നത്. പപ്പായ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഷാസുനും റിസുനും ഒന്നും പപ്പായ ജ്യൂസ് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ മാംഗോ ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ കുറേ ഒന്നും ചുറ്റി കറങ്ങിയില്ല. നമ്മൾ പ്രധാന ഉദ്ദേശം ഫുഡാണല്ലോ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സിഹു ബേബിക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ചെറുതായിട്ട് ഇങ്ങനെ വായിൽ വെച്ചെടുക്കുക എന്നല്ലാതെ വയറടച്ച് ചോറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവന് കുറച്ച് ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.